അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിനത്തിൽ എന്തെല്ലാം അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ ജനന സമയത്ത് മലക്കുകൾക്കും പിശാചുക്കൾക്കുമിടയിൽ എന്തുകൊണ്ടാണ് കടുത്ത വാഗ്വാദമുണ്ടായത്? ആ അനുഗ്രഹീത പ്രഭാതത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ കഅബയ്ക്കകത്തുള്ള എല്ലാ വിഗ്രഹങ്ങളും മുഖം കുത്തി നിലംപതിച്ചു. സംസം കിണറിന്റെ വെള്ളം സ്വയം പൊന്തിക്കൊണ്ടിരുന്നു. പേർഷ്യൻ ചക്രവർത്തിയുടെ ഗംഭീരമായ കൊട്ടാരം ശക്തമായി കുലുങ്ങിയതിന്റെ 14 ശക്തമായ മതിലുകൾ തകർന്നു വീണു. ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെയും സിംഹാസനങ്ങൾ വിറച്ചു. ആ ദിനത്തിൽ ജ്യോത്സ്യന്മാരുടെ അറിവ് നഷ്ടപ്പെടുകയും മന്ത്രവാദികളുടെ മന്ത്രശക്തി നിഷ്ഫലമാവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇനി അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ബഹുമാനപ്പെട്ട കാഴ്ചക്കാരെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ശൈത്വാൻ തന്റെ സന്തതികൾക്കിടയിൽ ഉറക്കെ നിലവിളിച്ചു. എല്ലാ പിശാചുക്കളും അവന്റെ അടുക്കലേക്ക് ഓടിയെത്തി ചോദിച്ചു, നിനക്കെന്തിനാണ് ഇത്ര അസ്വസ്ഥതയും ആശങ്കയും? അവൻ മറുപടി പറഞ്ഞു, നിനക്കറിയാമോ, ഇന്നലെ രാത്രി മുതൽ ഇപ്പോൾ വരെ ആകാശത്തിലും ഭൂമിയിലും വലിയ മാറ്റങ്ങൾ ഞാൻ ദർശിച്ചു. ഭൂമിയിൽ ഒരു മഹത്തായ സംഭവം നടന്നിരിക്കുന്നു. പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല. പോയി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് കണ്ടെത്തൂ. പിശാചുക്കൾ എല്ലായിടത്തും ചിതറി. എന്നാൽ തിരികെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കണ്ടെത്താനായില്ല. അപ്പോൾ പിശാചിന്റെ തലവൻ പറഞ്ഞു, ഇത് കണ്ടെത്തേണ്ടത് എന്റെ കടമയാണ്. അവൻ മക്കയിലെ പവിത്രമായ കഅബയുടെ അടുത്തെത്തി. അവിടെ മലക്കുകൾ കഅബയെ ചുറ്റിനിന്നിരിക്കുന്നത് അവർ കണ്ടു. അവർ അകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ മലക്കുകൾ ശക്തമായി അലറി അവരെ പിന്തിരിപ്പിച്ചു. പിന്നീട്ടവർ ഒരു പക്ഷിയെപ്പോലെ ചുരുങ്ങിയ മലനിരകളിലൂടെ കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ ശപിക്കപ്പെട്ടവനെ, പിന്നോട്ടു പോകൂ. എന്നാൽ ശൈത്വാൻ മറുപടി പറഞ്ഞു, ഓ ജിബ്രീലെ, എനിക്കൊരു ചോദ്യമുണ്ട്. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇന്ന് രാത്രി ഏറ്റവും മഹാനായ പ്രവാചകൻ മുഹമ്മദുല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നു. ശൈത്വാൻ വീണ്ടും ചോദിച്ചു, അവന്റെ മേൽ എനിക്കെന്തെങ്കിലും അധികാരമുണ്ടാകുമോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇല്ല. ശൈത്വാൻ വീണ്ടും ചോദിച്ചു, അവന്റെ അനുയായികളുടെ മേൽ എനിക്ക് എന്തെങ്കിലും പങ്ക് ലഭിക്കുമോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അതെ. അപ്പോൾ ശൈത്വാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ തൃപ്തനാണ്. ഹസ്രത്ത് ഹലീമ റദിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ കുഞ്ഞായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ അനുഗ്രഹങ്ങളും കാരുണ്യവും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർക്ക് പാലിന്റെ അളവ് വർദ്ധിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലവും അവന്റെ ദത്തു സഹോദരനും മതിയാവോളം പാല് കുടിച്ച് ശാന്തമായി ഉറങ്ങി. അതുമാത്രമല്ല, അവർ തങ്ങളുടെ ഒട്ടകങ്ങളെ നോക്കിയപ്പോൾ അവയുടെ അകിടുകൾ പാലിനാൽ നിറഞ്ഞിരുന്നു. അവരുടെ ഭർത്താവ് ഒട്ടകങ്ങളെ കറന്നു ഇരുവരും തൃപ്തിയോടെ പാല് കുടിച്ചു. പല രാത്രികൾക്ക് ശേഷം ആദ്യമായി അവർ സുഖമായി ഉറങ്ങി. അവരുടെ ഭർത്താവ് പറഞ്ഞു, ഹലീമനി ഒരു അനുഗ്രഹീത ശിശുവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവർ മറുപടി പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. ഈ കുഞ്ഞ് യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞവനാണ്. ഹസ്രത്ത് ഹലീമ റദിയല്ലാഹു അൻഹ തുടർന്ന് പറഞ്ഞു, മക്കയിൽ നിന്ന് തിരികെ യാത്ര ചെയ്യുമ്പോൾ താൻ കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൈകളിൽ വഹിച്ച് കയറിയ ദുർബലമായ മൃഗം പ്രവാചകന്റെ അനുഗ്രഹം കൊണ്ട് അതിവേഗം നീങ്ങിതന്റെ കൂട്ടുകാരുടെ മറ്റെല്ലാ മൃഗങ്ങളെയും മറികടന്നു. സ്ത്രീകൾ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നീ ആദ്യം വന്നപ്പോൾ സവാരി ചെയ്തിരുന്ന അതേ ദുർബലമായ മൃഗമാണോ ഇത്? വീട്ടിലെത്തിയപ്പോൾ അവർ കണ്ടു തന്റെ എല്ലാ ആടുകളുടെയും അകിടുകൾ പാലിനാൽ നിറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടുമുമ്പ് അവ പൂർണ്ണമായും വരണ്ടിരുന്നു. അവരുടെ ഗോത്രം പിന്നീട് തങ്ങളുടെ ഇടയന്മാർക്ക് ഹലീമയുടെ മൃഗങ്ങൾ മേഞ്ഞിരുന്ന അതേ സ്ഥലത്ത് മേയാൻ നിർദ്ദേശം നൽകി. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഭൂമിയുടെ ഗുണമല്ലായിരുന്നു. അത് അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായവും പ്രവാചകന്റെ അനുഗ്രഹവുമായിരുന്നു. അവർക്ക് അത്തരം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അവർ പ്രവാചകന്റെ ബറകത്തിന്റെ അസാധാരണമായ അടയാളങ്ങൾ പലപ്പോഴും ദർശിച്ചു. ഹസ്രത്ത് ഹലീമ റദിയല്ലാഹു അൻഹ കൂടുതൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വസ്ത്രമില്ലാതെ വിട്ടിട്ടില്ല.
വസ്ത്രമില്ലാതെ വിട്ടപ്പോഴെല്ലാം അവൻ ഉച്ചത്തിൽ കരയുകയും വസ്ത്രം ധരിപ്പിക്കുന്നതുവരെ കരച്ചിൽ നിർത്താതിരിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രമില്ലാതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ദിനം മുതൽ ഞാൻ ഒരിക്കലും അവനെ അങ്ങനെ വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും അവന്റെ ശരീരം വസ്ത്രം ധരിച്ച് ശരിയായി മറച്ചിട്ടുണ്ട്. ഹസ്രത്ത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിന്റെ ദൂതനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പ്രവാചകത്വത്തിന്റെ ഒരു അടയാളം മാത്രം മതിയായിരുന്നു എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ. അദ്ദേഹം യുവപ്രവാചകൻ തന്റെ വിരൽ ചന്ദ്രനിലേക്ക് ചൂണ്ടി അവന്റെ വിരൽ ചലിക്കുന്നിടത്തെല്ലാം ചന്ദ്രൻ അനുഗമിക്കുന്നത് ദർശിച്ചിരുന്നു. ഇത് അവന്റെ പ്രവാചകത്വത്തിന്റെയും ദൗത്യത്തിന്റെയും തിളങ്ങുന്ന തെളിവായിരുന്നു. ഹലീമയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇരുമുലകളിൽ നിന്നും പാല് കുടിച്ചില്ല. അവൻ എപ്പോഴും ഒരു വശത്തു നിന്ന് മാത്രം കുടിക്കും, മറ്റൊരു വശം തന്റെ ദത്തു സഹോദരനു വേണ്ടി വിട്ടുകൊടുക്കും. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്തരം അഗാധമായ നീതിബോധം അപൂർവമാണ്. യഥാർത്ഥത്തിൽ മഹാനായ ഒരു മനുഷ്യന് മാത്രം സാധ്യമായ ഒന്ന്. യുവ പ്രവാചകന്റെ ശാരീരിക വളർച്ച അതിശയകരമായിരുന്നു. 2 മാസം പ്രായമായപ്പോൾ അവൻ ഇഴയാൻ തുടങ്ങി. 3 മാസമായപ്പോൾ മതിൽ പിടിച്ചു നടന്നു. 5 മാസം പ്രായമായപ്പോൾ പിന്തുണയില്ലാതെ നടന്നു. 7 മാസം പ്രായമായപ്പോൾ ഓടാൻ തുടങ്ങി. 8 മാസം മാത്രം പ്രായമായപ്പോൾ അവൻ സംസാരിച്ചു. ഈ അസാധാരണ ഗുണങ്ങൾ തീർച്ചയായും അവന്റെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അവൻ ഉമ്മത്തിന്റെ മധ്യസ്ഥനും പ്രപഞ്ചത്തിന്റെ നേതാവും ഇരുലോകങ്ങളുടെയും സ്വാമിയുമായി വിധിക്കപ്പെട്ടവനായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബാല്യത്തിൽ പോലും ശുദ്ധനായിരുന്നു. സാധാരണ കുട്ടികൾ പലപ്പോഴും തങ്ങളുടെ വസ്ത്രങ്ങളോ കിടക്കകളോ മൂത്രമോ മലമോ കൊണ്ട് മലിനമാക്കുകയും ചിലപ്പോൾ വൃത്തികേട് വായിൽ വെക്കുകയും ചെയ്യുമെങ്കിലും അവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവവും ഉണ്ടായില്ല. അവന്റെ ദത്തുമാതാവ് ഹസ്രത്ത് ഹലീമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ കിടക്കയോ വസ്ത്രങ്ങളോ മലിനമാക്കിയില്ല. അവനെ ഉയർത്തി നിർത്തുമ്പോൾ മാത്രമേ അവൻ മലമൂത്ര വിസർജനം നടത്തിയിരുന്നുള്ളൂ. ഉടനടി അവനെ വൃത്തിയാക്കുകയും ചെയ്തു. ഹലീമ പറഞ്ഞു, അവൻ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടിയാണെന്ന് എനിക്കുറപ്പായിരുന്നു. അതിനാൽ അവൻ എല്ലാ അവസ്ഥകളിലും ശുദ്ധനും വൃത്തിയുള്ളവനുമായി തുടർന്നത് അത്ഭുതകരമല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഗ്രഹീത ശരീരം ദിവ്യപ്രകാശത്താൽ നിർമ്മിതമായതിനാൽ അതിന് നിഴലുണ്ടായിരുന്നില്ല. സാധാരണ മനുഷ്യന്റെ നിഴൽ മലിന വസ്തുക്കളിലോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ കാലിനടിയിലോ വീഴാം. എന്നാൽ അള്ളാഹു തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ നിഴൽ അപമാനിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ അവനെ നിഴലില്ലാതെ സൃഷ്ടിച്ചു. അതേ കാരണത്താൽ ഒരു ഈച്ച പോലും അവന്റെ ശരീരത്തിലിരുന്നില്ല. കാരണം ഈച്ചകൾ മലിനതയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതവ തന്നെ അശുദ്ധമാണ്. അതിനാൽ അള്ളാഹുവിന്റെ ദൂതന്റെ ശുദ്ധമായ ശരീരത്തെ അവയ്ക്ക് ഒരിക്കലും സ്പർശിക്കാൻ കഴിഞ്ഞില്ല. ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ദാസനായ ഹസ്രത്ത് മൈസറ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സേവനത്തിനായി ഒരിക്കൽ നിയോഗിക്കപ്പെട്ടു. അവൻ പല അത്ഭുതങ്ങളും കണ്ട് അത്യന്തം അത്ഭുതപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാതയിലൂടെ നടക്കുമ്പോൾ അവന്റെ തലക്ക് മുകളിൽ ഒരു മേഘം നിന്നവനെ തണലാക്കി അവൻ പോകുന്നിടത്തെല്ലാം അവനോടൊപ്പം നീങ്ങുന്നത് അവൻ കണ്ടു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇത്തരം അസാധാരണ പ്രതിഭാസങ്ങൾ തീർച്ചയായും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്തായ അത്ഭുതങ്ങളായിരുന്നു. ഈ അത്ഭുതങ്ങൾ അവന്റെ ബാല്യത്തിൽ പോലും പ്രകടമായിരുന്നുവെങ്കിലും അവ താൽക്കാലികമായിരുന്നു. പ്രവാചകന്റെ ഏറ്റവും വലുതും ശാശ്വതവുമായ അത്ഭുതം പവിത്ര ഖുർആനാണത് അന്ത്യനാൾ വരെ നിലനിൽക്കും. കൂടാതെ അവന്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന്റെ ജീവിതയാത്ര മുഴുവൻ അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണെന്ന് നമുക്ക് കാണാം. അവന്റെ പോരാട്ടത്തിന്റെ ഓരോ ഘട്ടവും അവന്റെ പ്രവാചകത്വത്തിന്റെ ജീവനുള്ള തെളിവായി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.